ഒന്ന് മാറി. അതെ, നമ്മളിവിടെ കുറേ നായി കാത്തിക്കാൻ തുടങ്ങിയിട്ട്. അതിനിപ്പോ ഞാനെന്താക്കാനാ? നെറ്റ് സ്ലോ ആണ്, കിട്ടണ്ടേ? നിങ്ങളെല്ലാം ഇങ്ങനെ കൂടി ഒന്ന് റെഡി ആവുക. ആടെ പോയിരിക്കും, അല്ലെങ്കിൽ നാളെ വാ. ഇത് കൊറേ സ്ഥലം നാളെ അറിയാൻ തുടങ്ങിയിട്ട്. എന്നാടെ പോയി കാത്തിക്ക്. ഓളോ ജനം കണ്ണൂർ കലക്ടറാന്നാ വായിക്കാം. സ്വഭാവമൊക്കെ അറിയില്ല. അടങ്ങൂലിക്ക. ചേട്ടാ ഇവിടെ ഒന്ന് സൈൻ ചെയ്യ്. കുടുംബത്തിൽ ഒരു നിക്കാണ്ടായിരുന്നടി, അതുകൊണ്ടാ കല്യാണത്തിന് വരാഞ്ഞ്. അത് സാരല്ലടി. ആളെങ്ങനെയുണ്ട്? ചേട്ടൻ പാവടി. ഞാനിപ്പോ വരാം. മിന്നു, ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്, നീ ഇതൊന്ന് കോപ്പിയാക്കി ഇവർക്ക് കൊടുത്തേ. ചേട്ടാ മോളെ ഒന്ന് നിക്കണേ. എന്തുപറ്റില്ലപ്പാ? ഇവളുടെ ഈ ഫോട്ടോ ഒന്ന് മാറ്റി തരണം. ആധാർ കാർഡിൽ ഫോട്ടോക്ക് ഇത് എന്ത് പറ്റി? ഓ, ലുക്ക് അത്ര പോരല്ലേ? ഒരു മൊഞ്ചില്ല. നിങ്ങൾ ബേജാറാക്കണ്ട, ഇതിപ്പോ റെഡിയാക്കി തരാം. സാറേ, നിങ്ങൾ ഈ ഫോട്ടോയുടെ കാര്യം ഒന്ന് നോക്കണേ. ഒരു ചെറിയ കുടുംബ പ്രശ്നം. ഞാൻ എന്നാ ക്ലാസ്സിലോട്ടല്ലേ. ഓ, ശരിയായി തരാം. സാറ് ശരിയാക്കി തരുവേ. ശരി വാ. അയ്യ, രണ്ടുപേരും മിക്കി മൗസിനെ കളിപ്പിച്ചോണ്ടിരുന്നോ? മോളെ ഒന്ന് സുകുമാര സാറിന്റെ അടുത്ത്. ശരി ചേച്ചി. നിങ്ങളത് ചെയ്തോ? ആ ചെയ്തു ചേച്ചി. നോക്കട്ടെ. ഇത് രണ്ട് സെലക്ട് ചെയ്തിട്ട് മെർജൻ സെന്റർ കൊടുത്തു. മോളെ ഒന്നങ്ങോട്ട് വന്നേ. ആ കളക്ടറുകാരെ കൊണ്ടൊന്നും നടക്കും തോന്നുന്നില്ല. അതൊന്ന് ശരിയാക്കി തരണേ മോള്. കുറച്ചേരം കൂടെ നോക്കാക്ക, പറ്റില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. ബാങ്ക് കൊടുക്കാൻ സമയേ, അതിന് മുമ്പൊന്ന് ശരിയാക്കി തരണം. ആ ബസീറേ, ചായ. എന്റെ ബിഞ്ചിയാക്ക, നിങ്ങളുടെ ഈ ചായയുടെ ഒരു രുചി ബോംബെയിൽ എവിടെ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ഒരു കൈപുണ്യം. ഇന്നെ തന്നെയാണോ ബസീറ ഇനി പറഞ്ഞ്? ഇടക്കിടക്ക് ഈ നാട്ടിലേക്ക് ഓടി വരുന്നത് തന്നെ നിങ്ങളുടെ മുഖബത്തുള്ള ഈ ചായ കുടിക്കാനായിട്ടാ. അറിയോ? അല്ലാണ്ട് കെട്ടിയോളെയും കുട്ടികളെയും കാണാനല്ല. അതുകൊണ്ടെന്ന് വെച്ചോ, നല്ലൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വലിയ പെരുന്നാൾ ഒരുമിച്ച് വന്നൊരു സന്തോഷമല്ലേ? അല്ല, ഇന്നെങ്ങനെ പറഞ്ഞു മാനത്ത് കേട്ടല്ലേ ബസീറേ? ഞാൻ സത്യം പറഞ്ഞേക്കാം. ഈ കൈപ്പുണ്യം എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും പടച്ചോൻ ഭാര്യക്കോരി കൊടുക്കൂല ബസീറേ. ഇന്ത്യ ചായപ്പീടിയ സിറ്റിയിലാണെങ്കിലുണ്ടല്ല, ഞമ്മളൊരു കസറിയനെ. അതൊന്നും മെനക്കെട്ട് കഴിഞ്ഞ് ഇവിടെ കസറിക്കൂടെ? പൊന്ന് ബഷീറെ, നല്ല കടുപ്പത്തിൽ പഞ്ചാരിട്ടാൻ ഒരു ചായ വെച്ചാലേ കണ്ണൊക്കെ പാടം ഉരുച്ചാണ്ട ഒരു ചായ ഇടുന്നേ. അങ്ങനെയുള്ള ഇയാളെ ഈ പീടിയൊക്കെ ആര് കേറാനാ? കാട്ടം പറ്റുന്നവർക്കൊക്കെ അമ്മതിരം മതി. അങ്ങനെയുള്ള ഇന്റെ കടയിൽ കയറിയിട്ട് വലിയ മെറ്റൊന്നുമില്ല. ഞാൻ മറക്കാം. ഇമ്പടക്ക് ചോദ്യം ഇപ്പൊ ചോദിക്കുന്നു എനിക്കറിയായിരുന്നു. അല്ല, അതിനിപ്പത്തെ കുഴപ്പം ഈ ചോദ്യമൊക്കെ ഒരു നാട്ടടപ്പല്ലേ? അല്ല ബഷീറെ, എന്തായാലും കുറച്ചാൾ കൂടെ ഉണ്ടാവും. അത് നന്നായി. അതോട്ടാ, പെട്ടെന്ന് തന്നെ ഓൾ ഇറങ്ങി. ഈ ഇങ്ങനെ പാത്തും പതുങ്ങി പോട്ടം പിടിച്ചിരിക്കാണ്ട് ഇന്നെങ്കിലും ചെന്ന് ഓളോട് ഇഷ്ടാന്ന് പററിയാസേ. അങ്ങനെയെങ്കിലും നീ പിന്നാലെ നടക്കണ ഒരു ഓൾ അറിയട്ടെ. അതോട്ടാ, ഇന്ന് ഞാൻ ഓളോട് പറയും. നിങ്ങൾ കണ്ടോ? എന്തിയാ പോണില്ലേ? ആ ജംഗ്ഷൻ കഴിഞ്ഞൊരു വളവില്ലേ, ആടെ നല്ലൊരു സ്പോട്ടുണ്ട്. ഓളാടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ ചെന്ന് പറയും, ഓളെന്റെ കൽബി കൂടി കയറിയ കാര്യം. നിങ്ങൾ കണ്ടോ? എനിക്ക് അത്യാവശ്യം സ്ഥലം വരെ പോണം. നമുക്ക് ബാങ്ക് കൊടുക്കാൻ എന്തിപ്പോ അത്യാവശ്യം? ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ടൊക്കെ പോയാൽ മതി. പള്ളിയിൽ വന്നാലേ എനിക്ക് ലെറ്റർ കിട്ടുള്ളൂ നിക്കാഹ് കഴിക്കണമെങ്കിൽ. അത് ഓർമ്മിച്ചോ? ശരിന്ന് കൊണ്ടാക്കാം. ബോംബെയില് പണിയൊക്കെ കഴിഞ്ഞ് സ്ട്രീറ്റിലൂടെ നമ്മുടെ മുറിയിലേക്ക് പോകുമ്പോ വഴിയിൽ രതിയാച്ചക്കയുടെ തട്ടുകടയെന്നൊരു മണം വരും. ഒരിടെ സ്പെഷ്യല് ബോംബെ ചിക്കന്റെ മണം. പിന്നെ അത് കഴിച്ചിട്ടല്ല, അത് ഒരടി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത്ര ടേസ്റ്റാ. അപ്പൊ ഇനി അതെങ്ങനെ കഴിക്കും വാപ്പി? അത് കുഴപ്പമില്ല. ഓരുടെ കൂട്ടും വെപ്പും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു ദിവസം ഇവിടെ ഉണ്ടാക്കണം. ഇവിടെ ഉമ്മാടെ ഒരേ ടേസ്റ്റ് ചിക്കൻ കറി കഴിച്ച് മതിയായി. മതിയായവര് കഴിക്കാത്തോണ്ടാവും പാത്രത്തിൽ കറിയൊക്കെ തീർന്നു പോയത്. അയ്യോ, വാപ്പിക്ക് ഒരാഗ്രഹമുണ്ട് മോളെ. എന്താ വാപ്പി? ചെറുപ്പത്തില് എൻ്റെ വാപ്പി അത്യാവശ്യം ജോറായിട്ട് എന്നെ വരക്കുമായിരുന്നു. അന്ന് വാപ്പിക്കിടാൻ നല്ല ഉടുപ്പുകളൊന്നും ഇല്ലെങ്കിലും വാപ്പി വരക്കുന്ന പടങ്ങളിലെ ആളുകൾക്ക് നല്ല ബർക്കത്തുള്ള ഉടുപ്പുകളായിരുന്നു. ഇവിടെ വാ, ഇന്റെ കൊച്ചാപ്പ വന്നിട്ട് ഒന്നും തന്നില്ല എന്ന് വേണ്ട. പാന്റിനുള്ള ഫോറിൻ തുണിയാ, കൊണ്ടുപോയി തുന്നിച്ചിട്. അന്നോട്ട് ആ കടയിൻ്റെ പോകുമ്പോഴൊക്കെ എൻ്റെ പാൻറ്റിൻ്റെ വളർച്ച ഞാൻ പോയി നോക്കുമായിരുന്നു. ബഷീറേ, അന്റെ പാന്റ് റെഡി ആയിട്ടുണ്ട്, തുന്നക്കായിട്ട് വാ. പൈസ നീ കിട്ടുമ്പോ തന്നാ മതി, എൻ്റെ പാൻറ് നീ കൊണ്ടുപോയിക്കോന്ന് ആ കടക്കാരൻ പറയണേന്ന് എന്ന് ഞാൻ ദുബാ ചെയ്യുമായിരുന്നു. പക്ഷെ എൻ്റെ ബേജാറ് കണ്ടിട്ടാവും ഉറങ്ങിക്കിടന്ന് ഉപ്പാൻ്റെ പോക്കറ്റിൽ നിന്ന് ഉമ്മ കാശെടുത്ത് തന്നു. ഈ വലുതായത് എന്റെ കൂട്ടാണോ? തയ്യക്കാരൻ്റെ അളവ് തെറ്റിയതാണോ അല്ലെങ്കിൽ ഒരു പറഞ്ഞ പോലെ ഞാൻ വലുതായതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അന്നൊന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ വരക്കുന്ന പോലത്തെ ഉടുപ്പുകൾ എനിക്ക് ഉണ്ടാക്കുകയും വേണം, എനിക്കത് ഇടുകയും വേണം. അതിന് ഞാൻ തയ്യൽ പഠിക്കണം. തയ്യലൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പ ബോംബെയിൽ ഒരു കമ്പനിയിൽ എനിക്ക് ജോലി തരാക്കി. ബോംബെയില് മുന്തിയ ഫാഷനൊക്കെയുള്ള സ്ഥലമല്ലേ, കൂടുതൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാമെന്ന് കരുതി അന്ന് തന്നെ വണ്ടി കയറി. ഞാൻ പോയ തക്കത്തിന് ഉപ്പ ഉമ്മയും എൻ്റെ 3 പെങ്ങന്മാരെയും വിട്ടിട്ട് വേറെ പെണ്ണ് കിട്ടി. കള്ളക്കിളവൻ. ഉമ്മാക്കും പെങ്ങന്മാർക്കും പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ എൻ്റെ കിനാക്കളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് കമ്പനിക്കാർ വരച്ചിടുന്ന തുണികളിൽ തുന്നി തുടങ്ങി. തുന്നിക്കൂട്ടുന്ന തുണികളുടെ എണ്ണം നോക്കിയായിരുന്നു പൈസ. ആ പൈസയിൽ മാത്രമേ പിന്നെ വാപ്പിയുടെ ശ്രദ്ധ മുഴുവൻ. വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ബാധ്യതകളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോ മറന്ന കിനാക്കളൊക്കെ വീണ്ടും തെളിഞ്ഞു വന്നു. അങ്ങനെ പഴയതും പുതിയതുമായ ഒരുപാട് ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തി മനസ്സിൽ ഞാൻ വീണ്ടും വരച്ചു തുടങ്ങി. ആ ഡിസൈനുകളൊക്കെ ഡ്രസ്സുകളാക്കി വാപ്പിക്ക് ദുനിയാവിൽ കാണിക്കണം. പടച്ചോനായിട്ട് നമ്മളെ കഴിവ് കാട്ടി തന്നിട്ട് അതിനു വേണ്ടി ഒന്നും ചെയ്യാതെ ജീവിച്ച മയ്യത്താവാൻ വാപ്പിക്ക് വയ്യ മോളെ. ഇട ഈ നാട്ടിൽ നിന്ന് തന്നെ വേണം എല്ലാം തുടങ്ങാൻ. ഇപ്പോ ഈ പ്രായത്തിലും വാപ്പിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ധൈര്യവും ശക്തി എന്റെ മോളാ. ഞാൻ വാപ്പിയുടെ സന്തോഷമാണ് വാപ്പി, എന്റെ സന്തോഷം. അതിനപ്പുറം എനിക്ക് വേറെ ഒന്നുമില്ല. വാപ്പി, ആ ചേട്ടൻ പറഞ്ഞ ഷർട്ടിലെ മാന്ത്രികം എന്താ? ഏത് ചേട്ടൻ? ആ പെണ്ണ് കാണാൻ പോയി സന്തോഷത്തിൽ വന്ന ആ ചേട്ടനില്ലേ, വാപ്പി ഷർട്ടിൽ എന്തോ. പത്മരാജൻ. ഓന്റെ ഇടത്തെ കൈക്ക് ഇത്തിരി നീളം കൂടുതലാ, അതുകൊണ്ട് അവന്റെ തോള് എപ്പോഴും ഇങ്ങനെ ഒരുപാട് ചരിഞ്ഞ് കിടക്കുള്ളൂ. ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്നവർക്കും അവന്റെ ബോഡിയുടെ പ്രശ്നം അറിയാൻ പറ്റും. അതിന് ബാപ്പി ചെയ്തെന്താണെന്നറിയോ? ഓന്റെ ഷർട്ടിന്റെ ഷോൾഡർ തയ്ക്കുമ്പോ അതിനകത്തൊരു കമ്പിയും ഒരു പാഡും വെച്ച് സ്റ്റിച്ച് ചെയ്തു. അപ്പോ
തോളെത്ര ഇടിഞ്ഞു കിടന്നാലും ഷർട്ട് അങ്ങനെ പൊങ്ങി നിൽക്കും. അതുകൊണ്ടെന്തായി, ആരും അവന്റെ കുറവ് കണ്ടില്ല. ഇപ്പൊ ആരും ചോദിക്കാത്തതുകൊണ്ട് പത്മനാഭൻ തന്നെ മറന്നു കാണും. വാപ്പി സത്യത്തിൽ അതൊരു പറ്റിക്കലല്ലേ? എന്ത് പറ്റിക്കല്? ആ കുറവ് കൊണ്ട് അവന് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടില്ല, കാണുന്നവർക്ക് ആ ബുദ്ധിമുട്ട്. അപ്പോ അതിനുള്ള അവസരം ഇല്ലാണ്ടാക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അപ്പോ കുറയ്ക്കാൻ നമ്മുടെ കുറ്റവും കുറവും ഇടുന്ന ഉടുപ്പുകൊണ്ട് മറയ്ക്കാൻ പറ്റുമല്ലേ വാപ്പി? പിന്നല്ലാതെ. അത് മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമ്മുടെ നല്ലത് തുറന്നു കാണിക്കാനും ഉടുപ്പിന് പറ്റും. ഇപ്പതേ ഈ തട്ടമിട്ട ആമരക്കുട്ടിയെ കാണാൻ എന്ത് ചേല എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ ഈ തട്ടത്തിനകത്ത് ജീവിക്കണമെന്ന് വാപ്പി പറയൂല. അതെന്താ വാപ്പി, തട്ട അത്രയ്ക്ക് മോശ? മോശമല്ല, പക്ഷെ മാറ്റം വേണം. എന്തിന്? നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ കാലാവസ്ഥക്കനുസരിച്ചുള്ള മാറ്റം, നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള മാറ്റം. ഇപ്പതേ നമ്മുടെ PT ഉഷ അവര് സാരി കൊടുത്തിട്ട് ഓടി എങ്ങനെ ഉണ്ടാവും? അതുപോട്ടെ നമ്മുടെ സാനിയ മിർസ തട്ട് ഇട്ടുകൊണ്ട് ടെന്നീസ് കളിച്ച് എങ്ങനെ ഉണ്ടാവും? ജോറായിരിക്കൂലേ? അതാ ഓരോ ജോലിക്കും അതിനിണങ്ങുന്ന വേഷം. അത് ശരിയാണല്ലോ വാപ്പി. അപ്പൊ സമയത്തിനനുസരിച്ചുള്ള മാറ്റമൊക്കെ നമുക്ക് വേണമല്ലേ? വേണമല്ലോ. അതൊക്കെ എന്റെ പൊന്നു മോൾക്ക് സമയമാകുമ്പോ മനസ്സിലാവും. ഓക്കെ? കേട്ടോ? കാലൊന്ന് പൊക്കി വെക്കുമ്പോ അടച്ചോരിയിട്ട് വെളിച്ചിട്ട് തീർത്ത്. ഇതെങ്ങനെ നടക്കും? ഓ, ഒരു വാപ്പയുടെ മോള്. അയ്യോ പതുക്കെ. ആണം കെടുത്തല്ലേ മോളെ. മൈദ പൊട്ടി മണം വരുമ്പോ തീയൊന്നും അണച്ചേക്കണേ. ശരി വാപ്പി. നോക്കിക്കെടുത്തില്ലെങ്കിലേ അതുകൊണ്ടാ കറി കേടായെന്ന് എന്റെ വാപ്പി പറയുവേ. ഉമ്മ വെക്കണ കോഴിക്കറിനേക്കാളും നന്നാവുന്നുള്ള ബേജാറാവുമ്മയ്ക്ക്. ഒന്ന് പോടി. എനിക്ക് അറിഞ്ഞൂടെ എന്റെ കെട്ടിയോളെ കുശുമ്പിക്കളി. ഓ ഇതാ വരണേ. അലിയായിരിക്കുന്ന കേറി വരി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. തേങ്ങ കുറവാണല്ലോ ബഷീറേ. ഒരു പണിക്കാരനെ വെച്ച് ആ തെങ്ങിന്റെ തടം തുറന്ന് കുറച്ച് വളവിട്ട് കൊടുത്ത അടുത്ത മഴക്കാലാവുമ്പേക്ക് നീ നോക്കിക്കോ, തെങ്ങ് നല്ല ഉഷാറാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതിയിരിക്കുക. ഇപ്പൊ പണിക്ക് പറ്റിയ നല്ല സമയം. കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? ആ കുട്ടികളെ രണ്ടിനെയും സമയാസമയത്ത് നിക്കാഹ് കഴിച്ചു കൊടുത്തോണ്ട് അനക്ക് അവരെ കുറിച്ച് ഒരു ബേജാറും ഇല്ല. അല്ല ഇവിടത്തെ മൊഞ്ചത്തി എവിടെ? ഞാനിവിടെ ഉണ്ടേ. മാമയ്ക്ക് ചായക്ക് പഞ്ചാരക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അൽഹംദുലില്ലാ, പടച്ചോന്റെ കൃപ കൊണ്ട് മാമയ്ക്ക് ഒരു കുഴപ്പമില്ല. ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല. ഇട്ടോളി, പഞ്ചാര നല്ലോണം ഇട്ടോളി. ശരി, ഞാനിപ്പോ കൊണ്ടുവരാം. നിക്ക് എന്റെ മോന്തൊക്കെ എന്താ പറ്റിയേ? അത് കടലമാവ വെളുക്കാൻ വേണ്ടി തേച്ചതാ. ഓൾ ഓരോ കോപ്പറയങ്ങൾ കാണിക്കണേ എനിക്കാ. പിന്നെ കടലമാവൊക്കെ മോന്തക്കിട്ട് ഇപ്പൊ വെളുക്കാൻ പോവല്ലേ? ഓളിട്ടോട്ടേന്ന് ഉമ്മ നിങ്ങള് കഴിക്ക. ഇത് ഈ ഉണ്ടാക്കിയതാ? ചോറായി. ബഷീറേ, ഞാൻ വന്നത് അനക്കറിയാലോ എനക്കല്ലറ ചില്ലറ കല്യാണ പരിപാടിയൊക്കെ ഉണ്ട്. ഇടങ്ങാറുണ്ടാക്കാത്ത ആലോചന വന്നാൽ മാത്രമേ ഞാൻ എടുക്കൂ. നമ്മുടെ ആമീറെ കണ്ട് പൂതി വരുത്തൊരു ചെക്കൻ വന്നിട്ടുണ്ട്. ഓനെപ്പറ്റി ഓൻ്റെ കുടുംബക്കാരെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ല മെനയുള്ള കൂട്ടിരുന്ന അറിഞ്ഞത്. ചെക്ക ഫോട്ടോഗ്രാഫറാ, ദുബായിൽ. നമ്മുടെ ആമീറൊക്കെ ചേരും. നമുക്കൊന്ന് ആലോചിച്ചാലോ? ആമീറൊക്കെ പ്രായമായപ്പോ ഞാൻ അവക്കൊരു സമ്മാനം കൊടുത്തിരുന്നു. ഓളെടുക്കുന്ന എന്ത് തീരുമാനത്തിനും ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പായിരുന്നു ആ സമ്മാനം. അത് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന അത് തന്നെ ആയിരിക്കും എന്നാ എൻ്റെ വിശ്വാസം.
ഓക്കൊരു കുടുംബം വേണമെന്ന് തോന്നുമ്പോ ഓള് തന്നെ പറയട്ടേക്ക്. അതുവരെ നമുക്ക് കാത്തിരിക്കാം. എല്ലാ പെൺകുട്ടികളും അവരുടെ ജീവിതം ആസ്വദിക്കണം. നമ്മളായിട്ട് എന്തിനാ അവരുടെ ചെറുകൾ കിട്ടുന്നത്? ഇത് മാമിക്ക്, ഇത് വാപ്പിക്ക്. നിങ്ങൾ മിണ്ടലും പറയലും കഴിഞ്ഞിട്ട് വാപ്പിയുടെ ബോംബെ ചിക്കനും കൂട്ടി നല്ല ചൂട് കപ്പയും കഴിച്ചിട്ട് പോയാ മതി. ബോംബെ ചിക്കനാ? ആ ഏറെ ചിക്കൻ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതാദ്യമായിട്ട് കേൾക്കുന്നത് ബോംബെ ചിക്കൻ. ഇവിടെ ഒരാള് ബോംബെന്ന് കണ്ടുപിടിച്ച ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കി നോക്കിയതാ. ആണോ ബഷീരെ? എന്നാ ബഷീറിന്റെ ബോംബെ ചിക്കനും കൂട്ടിയിട്ടേ നമ്മൾ ഇടുന്ന് പോകുന്നുള്ളൂ. മോളെടുത്ത് വെച്ചോ. ശരി വാ. സന്തോഷം. എൻ്റെ പുറയിൽ ഈ സന്തോഷമൊക്കെ ഇല്ലാണ്ടായിട്ട് 3-4 കൊല്ലായിടും. ഈ പറഞ്ഞതാ അതിൻ്റെ ശരി. കുട്ടിയോട് വഴക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് ചുറ്റും ഓടി നടന്നാലേ പൊരയൊരു പൊരയാവും. സ്വന്തം പൊരയിൽ കിട്ടുന്ന സ്വാതന്ത്ര്യമൊന്നും ഓർക്ക് മറ്റൊരിടത്തും കിട്ടൂല. ഇനിയൊരു പെൺകുട്ടിയുടെ ഇഷ്ടം നോക്കി ഓള് പറയണ സമയത്ത് കെട്ടിച്ചയക്കാൻ എനിക്കിനി കുട്ടികളൊന്നും ഇല്ലല്ലോ ബഷീറെ. നമ്മുടെ ആമിറെ അങ്ങനെ കെട്ടിച്ചാ മതി. അതാ എൻ്റെ ശരി. മോളെ കോഴിക്കുള്ള അപേക്ഷ അകത്ത് കൊടുത്താൽ മതി. മാതട്ടാ ഈ പഴം നല്ല പോലെ പഴുത്തോ? അത് കലക്കി. ഈ അതിന്നല്ലടോ 4-5 പഴം കഴിച്ച് പള്ള വീർപ്പിച്ച. ഓക്കെ ഓക്കെ ഓക്കെ, 1 കിലോ എടുത്തോ. ആയിക്കോട്ടെ. മാധവേട്ടാ, ഓ സൂയിപ്പിന്റെ ഒരു നാരങ്ങ സോഡ എടുത്തേ. ആയിക്കോട്ടെ. റിയാസ് അല്ലേ? ആ ഞാനാ ഇന്നലെ നിങ്ങളെ വീട്ടിലോട്ട് അലിയാരി കാക്കനെ അയച്ചത്. തോന്നി. ദുബായിലാണ്. ഇപ്പോൾ 6 മാസത്തെ ലീവിന് വന്നതാ. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ ലീവിന് നിക്കായിക്കണമെന്ന് പുറയുള്ളവർക്ക് ഒരേ വാശി. അതാ. എന്റെ ദൈവമേ, നീ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. എന്റെ മോളെ 2 മാസം എന്നോട് ഇത് തുറന്നു പറയാൻ ഈ കടയിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. 2 മാസോ? ആ 1-2 ആഴ്ചയായിട്ട് എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. 2 മാസമായിട്ട് പറയലുണ്ട്. തെളിവുണ്ടേ, 1 മിനിറ്റ്. ഗ്ലാസ് ഗ്ലാസ്. കൊള്ളാല്ലേ? ഇതൊക്കെ എപ്പോ? കുഴപ്പമില്ലാത്തൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് എനിക്കിതൊക്കെ സിമ്പിളാണ്. ഫോട്ടോ ഒക്കെ നല്ല മൊഞ്ചായിട്ടുണ്ട്. പക്ഷെ കല്യാണത്തിനൊന്നും ഇപ്പൊ ഒരു മൂടില്ല. അഥവാ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ് അല്ലേ മാധവേട്ടാ? അതെ മോളെ, വലിയ തെറ്റില്ലാതെ ഏക്കന. വലുതല്ല, ചെറിയ തെറ്റുമില്ല. ഇവന്റെ കാര്യ. എനിക്ക് ഈ ഫോട്ടോസ് വാട്സപ്പ് ചെയ്ത് തരൂ. ഓ തരാമല്ലോ. നമ്പർ എൻ്റെ കയ്യിലുണ്ട്. 9465549365 അല്ലേ? എങ്ങനെ? അതൊക്കെ നേരത്തെ സെറ്റാക്കിയായിരുന്നു. പിന്നെ വിളിക്കുന്നത് ശരിയല്ലല്ലോ, അവനെ വിളിച്ചില്ലെന്നേ ഉള്ളൂ. ഇത് വെച്ചോ.
ഹലോ, ഞാനാ പറഞ്ഞ ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നേ. ആ ഫോട്ടോ കിട്ടി, ആ. താങ്ക്സ്. ആ പിന്നെ ഞാൻ പിഞ്ചു കാക്കയുടെ പഞ്ചാര വെച്ചാൽ ഉഗ്രം പോയാൽ വെച്ച് നോക്കിയേ. അയ്യേ ബാഗ് ഇത് ചസക്ക്, ഇത് നൈഷാക്ക്. കുട്ടിയൊക്കെ മധുരമുണ്ട്, അനക്ക് മധുരമില്ല. മാഷോ ഇപ്പൊ എടുക്കാം. ആ സരളേച്ചിന്റെ വീട്ടിൽ നിന്നേ ഒരു 20 ചൂല് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ വെക്കാനാ പറഞ്ഞിരുന്നേ. ആയിക്കോട്ടെ. അല്ല എന്തിനാ മാഷ എത്ര അധികം ചൂല്? അടുത്ത ആഴ്ച സേവനത്തിനല്ലേ, അപ്പൊ കുട്ടികളെ കൊണ്ട് സ്കൂളൊക്കെ ഒന്ന് വൃത്തിയാക്കാനാ. അതിന്റെ കൂടെ ഞമ്മള് സ്കൂളിൽ ഇരിക്കണ അവലെയും കൂടി ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞൂടെ മാഷേ? കാര്യമില്ലേക്കാ, വൃത്തിയുടെ ആക്കൽ ഇവിടുത്തെ ഒരു ഹരാന്ന്, അതൊന്നും മാറാൻ പോകുന്നില്ല. അത് നേരം ചുമ്മാതെ കുട്ടികളെ മെനക്കെടുത്താൻ. അല്ല മാഷേ, ഈ വൃത്തികേടാക്കുന്നവരുടെ മക്കളെ കൊണ്ട് തന്നെ വൃത്തിയാക്കിച്ച മാറ്റം ഉണ്ടാവില്ലേ? നമ്മുടെ ഈ കവലയിലെ പകുതി പേരുടെ കുട്ടികളെങ്കിലും പഠിക്കുന്നത് നമ്മുടെ സ്കൂളിലല്ലേ. അതിന് സ്വന്തം കുട്ടികൾ വൃത്തിയാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉപ്പമാരുടെ വലിച്ചെറിയാനുള്ള ശീലം താനെ അങ്ങോട്ട് നിന്നോളും. മാത്രമല്ല, കുട്ടികൾ ഈ കവലയൊക്കെ വൃത്തിയാക്കി ശീലിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്കും വലിച്ചെറിയാനുള്ള ശീലം ഉണ്ടാവില്ല. അതല്ലേ വേണ്ടത്. സംഗതി ചോറായിട്ടുണ്ട്. പക്ഷെ കൊല്ലത്തിലുള്ള സേവന ദിനം നമുക്കൊരു ആഴ്ചയിലാക്കേണ്ടി വരും. ചിലപ്പോൾ വേണ്ടി വരും. പക്ഷെ അതിനിപ്പോ എന്താ കുഴപ്പം? നമുക്ക് ശ്രമിച്ചു നോക്കാല്ലേ. എന്താ എന്താണിത്? എനക്ക് ആവി പിടിക്കണ്ടേ? പനിയല്ലേ? എവിടെ പോയാണ്? തുണിയെടുക്കാൻ. ആ ടോർച്ചൂടെ എടുത്തോണ്ട് പോയി. അതൊന്നും കുഴപ്പമില്ല. താങ്കളുടെ വിജയം എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ജഗദീഷ് ടോക്ക് ഷോയിലൂടെ ഞാനും ഇവരും അറിയാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: എങ്ങനെ ഈ വിജയം നേടിയെടുത്തു? ശരിക്കും കുട്ടിക്കാലത്ത് അമ്പിളിയമ്മാവനെ പിടിച്ചു തന്നാലേ ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് വാരി കഴിക്കുള്ളായിരുന്നു. എന്റെ വാപ്പി ഒരു കുഞ്ഞു ഗാന്ധിയാവാനുള്ള പെടാപ്പാടിലാന്ന് തോന്നുന്നുണ്ടല്ലോ. അതിലായിരുന്നു എന്റെ ശ്രദ്ധ മുഴുവൻ. അങ്ങനെയാവാം ഇങ്ങനൊരു ചിന്തയിലെത്തിയതും അതെല്ലാം നടപ്പാക്കിയതും. നീ എന്താടി മോളെ അങ്ങനെ പറഞ്ഞത്? അല്ല, ഈ നാട് നന്നാക്കലും നാട്ടുകാരെ നന്നാക്കാനൊക്കെ പറയണ കേട്ടോണ്ട് ചോദിച്ചതാ. ഓ, ഈ ജയദേവ മാഷിനെ കണ്ടായിരുന്നല്ലേ? കണ്ടു. വാപ്പിനെ പറ്റി ഭയങ്കര പൊക്കലായിരുന്നു. നമ്മളുള്ളിടം നന്നായിരിക്കണ്ടേ മോളെ, അതിനാ ഞാൻ. അതൊക്കെ നല്ലതാ, പക്ഷേ മാറുന്നെങ്കിൽ മാറട്ടെ എന്നേ നമ്മളായിട്ട് ശ്രമിച്ചില്ല എന്ന് വേണ്ട. ഓരോ നാട്ടിലായിട്ട് ഞാൻ കാണുന്ന നല്ല കാര്യങ്ങള് നമ്മുടെ നാട്ടിലൊന്ന് ശ്രമിച്ചു നോക്കുന്നു, അത്രേ ഉള്ളൂ. മാത്രമല്ല, നമ്മുടെ വളർച്ചയ്ക്കും ഇവിടെ ഈ മാറ്റം ആവശ്യമാണ് മോളെ. നമ്മളിപ്പോ സെറ്റല്ലേ വാപ്പി? ഒരു 6 മാസം കൂടി കഴിഞ്ഞ് ഇവിടുന്ന് മാറി ടൗണിൽ കുറച്ചും കൂടി വലിയൊരു കട തുടങ്ങണം. വാപ്പിയുടെ ഡിസൈൻ ഡ്രസ്സുകളും പിന്നെ കുറച്ച് റെഡിമെയ്ഡ് സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു വലിയ കട, ആമിറ ടെക്സ്റ്റൈൽസ്. കടയല്ല, പിന്നെ കമ്പനി. ആമിറ തുടങ്ങാൻ പോണത് കമ്പനിയാ, ആമിറ എക്സ്പോർട്ടിംഗ് കമ്പനി. വാപ്പി, കമ്പനി എന്നൊക്കെ പറഞ്ഞാ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റൂലല്ലോ. എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? എന്റെ വാപ്പി എന്തിനാ ഈ നാട്ടിൽ തന്നെ കട തുടങ്ങിയത്? വാപ്പിയുടെ ഡിസൈനിന്റെ കുറ്റവും കുറവുകളും അറിയാൻ, അത് കണ്ടെത്താൻ നമ്മുടെ നാട്ടുകാരെ ഏറ്റവും ബെസ്റ്റ്. അവരംഗീകരിച്ച സ്ഥിതിക്ക് പുറത്തുള്ളവർക്ക് നമ്മൾ അംഗീകരിക്കാൻ എന്താ പ്രശ്നം? അതൊക്കെ വാപ്പി, പക്ഷെ ഈ എക്സ്പോർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാ ഇതൊന്നും അറിയാതെ എങ്ങനെ? അറിയാതൊന്നും ചെയ്യണ്ടടാ, എല്ലാം ചോദിച്ചു അറിഞ്ഞിട്ടും ചെയ്താൽ മതി. അതിനുള്ള ആളെയും വാപ്പി കണ്ടുവച്ചിട്ടുണ്ട്. 21 വയസ്സുള്ളൊരു പെൺകുട്ടി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയുന്ന തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ കൈതരേണ്ട വാപ്പയ്ക്കാ. ഇതിനുള്ള എല്ലാ സഹായം APC വഴി നിങ്ങൾക്ക് ലഭ്യമാണ്. സാറേ, ഞങ്ങളുടെ ഒരു ചെറിയ സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ്, അതാണ് ഇപ്പോൾ കമ്പനിയാക്കാന്ന് കരുതുന്നത്. അപ്പൊ ഈ കമ്പനി തുടങ്ങുന്നതിനെ പറ്റിയും പിന്നെ എക്സ്പോർട്ടിങ്ങിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവളുടെ ബേജാറൊന്ന് മാറിയേനെ. വൈ നോട്ട്? പേര് ആമിറ. ആമിറ. ആദ്യമായി കമ്പനി നമ്പർ രജിസ്റ്റർ ചെയ്ത് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ സർട്ടിഫിക്കറ്റ് എടുക്കണം. അതോടൊപ്പം തന്നെ GST രജിസ്ട്രേഷൻ, പാൻ കാർഡ് ഇതൊക്കെ എടുത്തിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡാണ്. കമ്പനി തുടങ്ങാൻ ഇതൊക്കെ മതി. എക്സ്പോർട്ടിൻ്റെ ആദ്യ പടിയാണ് APCയിലെ രജിസ്ട്രേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായി ചെയ്യാവുന്നതാണ്. APC വർഷത്തിൽ 2 എക്സിബിഷൻ നടത്തും. ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് ബയേഴ്സ് വരുന്ന എക്സിബിഷനാണ്. നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ഡിസൈൻസ് ഒരു പ്രൊജക്ട് റിപ്പോർട്ടാക്കി APCയിൽ സബ്മിറ്റ് ചെയ്യണം. എക്സിബിഷനിൽ നമുക്കൊരു സ്റ്റോൾ തരും.
അതിന് ഫെയർ ഉണ്ട്. ഓക്കെ. പിന്നെ ആ സ്റ്റോളിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സുകൾ സെറ്റ് ചെയ്യണം. ബയേഴ്സ് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവർ നമ്മുടെ റിക്വയർമെൻറ്റ്സ് ചോദിക്കും. നമ്മൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം. അവർ തിരിച്ചു പോയി അവരുടെ കമ്പനിയിൽ ഡിസ്കസ് ചെയ്ത് നമ്മുടെ കമ്പനിയിലേക്ക് ഓർഡർ ഇമെയിലായിട്ട് അയക്കും. പണി കഴിഞ്ഞില്ല, അവർ പറഞ്ഞ ടൈമിന് പറഞ്ഞ ക്വാളിറ്റിയിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാം. ഷിപ്പിൽ കയറുന്നത് വരെയുള്ള കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമ്മുടേതായിരിക്കും. മനസ്സിലായോ? ഏകദേശം മതി, ഏകദേശം മനസ്സിലായാൽ മതി. മുഴുവൻ മനസ്സിലായാലും പ്രശ്നമാണ്. അല്ല സാറേ, ഈ എക്സിബിഷൻ ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന എവിടെയായിരിക്കും? ഇന്ത്യ നെറ്റ് ഫെയർ, കാലിക്കറ്റ്. അതെ അതെ. അല്ല, നിങ്ങൾ ഏത് ടൈപ്പ് ഗാർമെന്റ് ഡിസൈൻസ് ആണ് ഉദ്ദേശിക്കുന്നത്? ഇൻഡോ വെസ്റ്റേൺ എത്നിക് വെയർ. അടിപൊളി. മോനെ ശീലമില്ലെങ്കിൽ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് കുടിക്കാട്ടോ. വേണ്ടൊക്കെ, ഇതൊക്കെ ശീലമാണ്. ദുബായിൽ അളിയൻ്റെ ആദ്യത്തെ സ്റ്റുഡിയോ 8 നിലയെ പൊട്ടി. കിടക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്തൊരവസ്ഥയായിരുന്നു. എല്ലാം നിർത്തിയിട്ട് തിരിച്ച് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടതെല്ലാം ഇവിടെ നിന്ന് തന്നെ തിരിച്ചു പിടിക്കണമെന്ന് അളിയൻ പറഞ്ഞു. പിന്നെ ആരെയൊന്നും അറിയിക്കാൻ നിന്നില്ല. ഞാനും കട്ടയ്ക്ക് അളിയനോടൊപ്പം കൂടി. അന്ന് അളിയന് പഴയൊരു കാറുണ്ടായിരുന്നു. അതിലായിരുന്നു കിടപ്പും ഭക്ഷണം കഴിക്കലൊക്കെ. അവിടെ നിന്ന് അങ്ങോട്ടൊരു 2 വർഷം നിലം തൊടാതെ പണിയെടുത്തു. കടവും വീട്ടി, പോയ സ്റ്റുഡിയോയും തിരിച്ചു പിടിച്ചു, എല്ലാം സെറ്റാക്കി. അന്ന് ഞാൻ എൻ്റെ അളിയനിൽ കണ്ടൊരു തീയുണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ ഇക്കയിലും ആമേരയിലൊക്കെ കാണുന്നത്. കഷ്ടപ്പെട്ട നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ലാന്നേ. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കൂടെ നിൽക്കാൻ കൂട്ടായിട്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒക്കെ ശരിയാവും. അതെ, നമുക്കൊന്ന് ആഞ്ഞു പിടിക്കും, എല്ലാം ശരിയാവും. മോനെ കേറി വാ, ഒരു ചായ കുടിച്ചിട്ട് പോ. കുഴപ്പമില്ല. പിന്നെ അതെ, വലിയ പോസ്റ്റഡാണ്ട് വേണമെങ്കിൽ ഉമ്മ നല്ല ഏലക്കിട്ട ചായ ഉണ്ടാക്കി തരും. ചായ കുടിക്കാൻ പുറയുള്ളവരൊക്കെ കൂട്ടിക്കൊണ്ട് വരാം, അപ്പം തന്നാ മതി. പിന്നെ ഉമ്മ ഉണ്ടാക്കിയ ചായ വേണ്ട. പിന്നെ അല്ല, ആമിറ ഇട്ട ചായ. അയ്യടാ, ഞാൻ ഉണ്ടാക്കിയത് മോൻ കുറെ കുടിക്കും. പോവാ നോക്ക്. വിട്ട എന്നാ കുറച്ച് കഴിഞ്ഞിട്ടാവാല്ലേ? ആയിക്കോട്ടെ. തല തന്നെയല്ലേ. നീണിട്ട് പോമാ. ഇതെന്താണിക്കാ ഈ നേരത്തെ ഒരു ചായ കൂടി? ഏയ്, ഉറക്കം വന്നില്ല. അനക്ക് വേണ്ട ചായ? എന്താണിക്കാ, പോയ കാര്യം നടക്കൂലേ? അതൊക്കെ ശരിയാവും, ഓർഡറും വരും. അതല്ല, പുതിയ പടികൾ കയറുമ്പോഴേക്കും കൂടുതൽ മുന്നൊരുക്കങ്ങൾ വേണമല്ലോ. അതാ, കമ്പനി തുടങ്ങാനുള്ള കാശെല്ലാം ഞാൻ സുരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പോരല്ലോ. കമ്പനി വളരുമ്പോൾ സാമ്പത്തികമായിട്ട് ചില താങ്ങൊക്കെ നമുക്ക് ആവശ്യം വരും. വർക്കിച്ചായൻ അങ്ങേരൊന്നും കൂട്ടിയാൽ കൂടുന്ന കേസല്ല. പിന്നെ വേറൊരാളുണ്ട്, ഒരു സുലൈമാൻ സേട്ട്. ബോംബെയിൽ വെച്ചുള്ള പരിചയമാണ്. ഒന്ന് പറഞ്ഞാൽ മതി, എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്യും. സമയമാട്ടെ. വാപ്പി രാവിലെ തന്നെ ഇത് എവിടെ പോയതാ? ബസാർ വരെ. കണ്ട വഴി എന്നുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇല്ലാണ്ടായിരിക്കല്ലേ. അതിന്റെ കുറവ് തീർക്കാനായിട്ട് നമ്മുടെ ബോംബെ ചിക്കനും ചേർത്തൊരു ഒറ്റ പിടിയെ കണ്ടുപിടിക്കാം. അല്ല, ഉച്ചക്ക്
ഭക്ഷണത്തിന് നമുക്ക് റിയാസിനെ കൊണ്ട് വിളിച്ചാലേ നമുക്ക് വേണ്ടി കുറെ ഓടിയല്ലേ. അതൊരു നല്ല കാര്യമാണ്. ചക്കൻ കൊള്ളാല്ലേ? ആണോ? അല്ലേ? ആണെന്ന് തോന്നുന്നു. ആണെന്നേ? ആണ്, പക്ഷെ നല്ല എന്റെ വാപ്പിയുടെ അത്രയും വരൂല. എന്റെ വാപ്പിയെ പോലെ നല്ല മനുഷ്യനെ ദുനിയാവിലെ മുഴുവനും നോക്കിയാലും കാണൂല. അത്രക്ക് റെയർ പീസാണ് എന്റെ വാപ്പി. രാവിലെ തന്നെ ഇങ്ങനെ തള്ളി മറിക്കല്ലേ. വണ്ടി നേരെ അടുക്കളയിലേക്ക് പോട്ടെ. ഇമാതിരി തള്ളു സഹിക്കണ ഒരാള് അവിടെ ചായം തിളപ്പിച്ച് കാത്തിരിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഓനെ വിളിക്കാൻ മറക്കണ്ടാ. വിളിച്ചാ ഭക്ഷണമൊക്കെ കഴിക്കാൻ വരൂ അതോ ചാടിയിടൂ? സത്യം പറഞ്ഞ വേറൊരാളുടെ പുരയിൽ പോയി ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പുരയിൽ എന്ത് നല്ല ഉണ്ടാക്കിയാലും അനിയനാ. പിന്നെ ഇല കുഞ്ഞാണ്ട് ഉമ്മയ്ക്ക് ഇച്ചിരി സ്നേഹമുള്ള മോനോടാണ്. അങ്ങനൊന്നുമില്ല മോനെ, 2 മക്കളോട് ഉമ്മമാർക്ക് ഒരേ സ്നേഹമായിരിക്കും. ആശ്വസിക്കാം. കുറച്ചുകൂടെ കഴിക്കും മോനെ. ഉമ്മ കേട്ടോ, എത്ര വേണം കേട്ടോ, ഞാൻ തീർത്തോളാം. വാപ്പാ, വാപ്പയുടെ ബോംബെ ചിക്കൻ അസലായിട്ടുണ്ട്. സൂപ്പർ, ഒരു രക്ഷയില്ല. വാപ്പയോ? ഇന്നലെ ഒരു ഇക്കായിരുന്നല്ലോ. അല്ല, നമ്മളൊക്കെ ഇത്ര അടുത്ത സ്ഥിതിക്ക് വാപ്പാന്ന് വിളിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ അമ്മ? പിന്നല്ല, ഞാൻ വിളിച്ചോ മോനെ, അതിലൊന്നും ഒരു തെറ്റുമില്ല. അതാണ്. കുറച്ചുകൂടെ കഴിക്കത്. ഞാൻ തന്നെ എടുത്തു. ആ വലിയ കഷ്ണം കൂടെ എടുക്ക. ഉമ്മ ഉമ്മ ശരി എന്നാ ഇറങ്ങട്ടെ. ഇല്ല 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 ഇല്ല, ഞാൻ വാങ്ങില്ല. ഉമ്മ പോട്ടെ. ഓക്കെ, കാണാം. നമ്മൾ ഈ മെഷീൻസ് ഒക്കെ ഇവിടെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സൈഡിലല്ലേ? ആ മോനെ, അപ്പൊ അതിന് ഇവിടെ ഇട്ട് ഒരു 5 അടി അകലത്തിന് 2 വശത്തേക്കും വെളിച്ചം കിട്ടുന്ന സെറ്റ് ചെയ്ത്. ആ, പിന്നെ ഈ അയണിങ്ങും അതിന്റെ പരിപാടികളൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ സൈഡിൽ. അപ്പൊ അത് കുത്താനുള്ള മറ്റേ എന്താ പോയിന്റ്, അതെ പ്ലഗ്, അത് ഒരു 3 പോയിന്റ് അവിടെ. 1 2 3 3 ആ 3 ചെയ്യാം. പിന്നെ നമ്മുടെ കമ്പനിയുടെ ബോർഡ് അത് മുകളിൽ കയറ്റാനുള്ള ഏർപ്പാട് ചെയ്യണം. അത് വായിക്കാൻ പറ്റുന്ന വിധത്തിന്റെ ലൈറ്റോ കാര്യങ്ങളോ അപ്പോൾ ഈ ബോർഡ് പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ വയർ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കമ്പനിയുടെ നല്ല ക്വാളിറ്റി സാധനം നോക്കി വാങ്ങിക്കണേ. ഇക്ക മേടിക്കണ്ട, അതൊക്കെ ഞാൻ ആലോചിക്കാം. ബഷീറേ, ഞാനാ മിസൈല്. മനസ്സിലാക്കാം. ബഷീറേ, നമുക്ക് വേണ്ടാത്തതും വേണ്ടുമായ കുറേ സാധനങ്ങൾ തഞ്ചത്തിൽ ഒത്ത് കിട്ടിയിട്ടുണ്ട്. അല്ലടോ, ഇയല്ല ഇന്നാള് പറഞ്ഞ കുറച്ച് തുന്നൽ മിഷനും മറ്റു സാധനങ്ങളൊക്കെ കിട്ടുമെന്ന്. എന്നാല് തഞ്ചത്തിൽ കുറച്ച് സാധനങ്ങൾ ഒത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് തന്നെ പോയൊന്ന് കണ്ടാലോ? ഒരു മിനിറ്റ്, റിയസനക്ക് തിരക്കൊന്നുമില്ല. ഒരു തിരക്കുമില്ല. ഞങ്ങളെന്നാ ഇപ്പൊ അങ്ങോട്ട് വരട്ടെ. നേരെ കടയിലോട്ട് വന്നോ, നമുക്ക് ഒപ്പരങ്ങ് പോവാം. എന്താ? ശരി, എന്നാ പെട്ടെന്ന് വരാം. ഇവിടെയാണല്ലേ കമ്പനി? ഇവിടെ തുടങ്ങി വെക്കാം. മോൻ വണ്ടി ഇടാം. അതെ മോളെ, ഞാൻ പുറത്തേക്ക് പോവാണ്. പെട്ടെന്ന് വരാട്ടോ. കല്യാണം വിളിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ശരി, കല്യാണ ഷട്ടർ റെഡി ആയിട്ടിരിക്കട്ടോ. ബാബ, എന്റെ ഒരു കൂട്ടുകാരന് കേബിൾ കണക്ഷൻ വേണോന്ന്, ഞാൻ കടയിൽ കൊണ്ടുപോയി സെറ്റ് ആക്കിയിട്ട് ഇപ്പൊ വരാം. മോനെ ഒന്ന് നിന്നേ. എന്താ പാപ്പ? മോനെ, നമ്പറൊക്കെ അന്നെ ഉണ്ടാക്കേണ്ട അടുത്ത് എടുക്കല്ലേ. നിനക്ക് കുട്ടീനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനും എൻ്റെ ഉമ്മയും പോയിട്ട് അന്തസ്സായിട്ട് പെണ്ണ് വയ്ക്കാം. എന്തേ, നീ ഗൾഫിൽ ഒന്നുകൂടെ ഒക്കെ പോയിട്ട് വന്നിട്ട് മതി നിക്കാഹ് പോരെ? വാപ്പാ, ആമിറ ഓൾ ഇതുവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, പക്ഷെ ഇഷ്ടമാണ്, അതെനിക്ക് ഉറപ്പാണ്. ഉറപ്പില്ലാതെ ഒരു പെൺകുട്ടിയുടെ പിറകെ നടന്ന് അതിനെ നാണം കെടുത്താതെ ആദ്യം നീ അത് ചോദിച്ച് ഉറപ്പിക്കേണ്ട റിയാസേ. ഇനി ഞാൻ ഉറപ്പിക്കും പാപ്പ. പോകുന്നില്ലേ? അല്ല, ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഇന്ന് ഉറപ്പിക്കാൻ പോവാണല്ലോ, ഒന്ന് ജോറാക്കിട്ട് പാപ്പ. ഞമ്മക്കുണ്ടായത് തന്നെ. ആമറ വരുന്നുണ്ട് ഞാൻ.
എത്ര കളറുണ്ട് മോളെ? 3. ബ്ലൂ, വൈറ്റും പിന്നെ യെല്ലോ. ആ ഉമ്മ ഇതപ്പം എത്തി. പൊരയിലെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഇറങ്ങിയതാ. ചുമ്മാ വീട്ടിലിരുന്ന് എന്താക്കാനാ, ഇവിടെ ആകുമ്പോ പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ കൂടെ കൂട്ടിയതാ. ഓടി. ആ പിന്നെ നമുക്ക് ഈ എംബ്രോയിഡറി വർക്ക് പുറത്തു കൊടുത്ത് ചെയ്യിക്കേണ്ടി വരും. വാപ്പി ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ അതൊന്ന് തപ്പി നോക്കട്ടെ. ചിലപ്പോ നമുക്ക് അവിടം വരെ ഒന്ന് പോവേണ്ടി വരും. ഷർട്ട് മൊഞ്ചായിട്ടുണ്ടല്ലോ, നല്ല സെലക്ഷൻ. കൊള്ളാം, ചേരുന്നുണ്ട്. ഉമ്മ ഇവിടെയൊക്കെ സംസാരിച്ചേക്കേ, ഞാനൊന്ന് നമ്പർ. അതെ കിട്ടി. ഇതിലേക്ക് ഒന്ന് വിളിക്കാവോ? എനിക്ക് ആമിറയുടെ ഒരു കാര്യം പറയണ്ടായിരുന്നു. ആ എന്താ പറ. അല്ല, കുറച്ച് നാള്. APC എന്നാണല്ലോ. ആ എടുത്തോ. ആ ഹലോ സർ. ആ ഞാൻ നോക്കാം. കോർട്ടിൽ നിന്ന് ഇവിടേക്ക് വന്ന മെയിലാണ് ആമിരയ്ക്ക് ഫോർവേഡ് ചെയ്തത്. നമുക്ക് ഓർഡർ തന്ന കമ്പനി കോർട്ടിൽ ചാപ്റ്റർ 11 ഫയൽ ചെയ്തിരിക്കുകയാണ്. ഈ നഷ്ടത്തിലായ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ കമ്പനി പൂട്ടാൻ അനുവാദം ചോദിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് തന്നെ കോർട്ടിൽ ഫയൽ ചെയ്യുന്നതാണ് ഈ ചാപ്റ്റർ 11. നമ്മുടെ നാട്ടിൽ ഈ പാപ്പർ സൂട്ട് ഫയൽ ചെയ്യാനൊക്കെ പറയില്ലേ, അത് തന്നെ. അപ്പം നമ്മുടെ ഓർഡർ എടുക്കാൻ താമസിക്കുമോ സർ? ചാപ്റ്റർ 11 ഫയൽ ചെയ്ത കമ്പനിയെ APC ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. ആ കമ്പനിക്ക് ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സാറേ, നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏകദേശം ജോലികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുക. സാറേ, അവരുടെ അടുത്ത് നമ്മുടെ കാര്യം ഒന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് എക്സ്പോർട്ടിങ് ആയതുകൊണ്ട് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ ഇൻഷുറൻസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന്. അതാ മറ്റൊരു പ്രശ്നം. ഞാൻ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഓക്കെ. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. വാങ്ങാൻ ആളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അജിത് സാർ വിളിക്കട്ടെ, എന്തേലും ഒരു വഴിയുണ്ടോ? വർക്കിച്ചാൻ്റെ കാശ്, ജോലിക്കാരുടെ ശമ്പളം, ഫാബ്രിക്കിനും മറ്റും കൊടുക്കാന്ന് പറഞ്ഞ കാശ്, ഇതെല്ലാം എങ്ങനെ മുന്നോട്ട് പോകുന്നു ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ വാപ്പി. യൂണിറ്റിലെ വർക്ക് നിർത്തി വെച്ചാൽ മൊത്തത്തിലുള്ള നമ്മുടെ താളം തെറ്റും. പിന്നീട് വീണ്ടും തുടങ്ങാൻ നമുക്ക് പേടിയാവും. ഇപ്പം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ മുന്നോട്ട് പോകണം. അതിനുള്ളിലൊരു വഴി കണ്ടെത്തിയേ പറ്റൂ. നമ്മുടെ കോഴിക്കോട് ഇവൻറ്റിൽ റിക്വയർമെൻറ്റ് ചോദിച്ച കുറച്ച് കമ്പനികളില്ലേ, അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള വഴികൾ നോക്കിയാലോ? നോക്കാം, എല്ലാ വഴിയും നോക്കാം. ഓ വന്ന് പോവാ, പോയി ചോദിക്കേ. പറയാൻ പറ്റിയില്ല പാപ്പ, പറയാൻ പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു. ഗൾഫിൽ നിന്ന് സൈന്യത്തിന് വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കുന്നില്ല എന്നും പറഞ്ഞ് എൻ്റെ ഇത്ത വിളിച്ചിരുന്നു. തിരിച്ചു പോകാൻ ഉദ്ദേശമില്ലെങ്കിൽ അവനെ വിളിച്ചൊന്ന് പറഞ്ഞൂടെ? നിനക്ക് പകരം വേറെ ആരെങ്കിലും അവൻ കടയിൽ വയ്ക്കുമല്ലോ. അല്ല ക്യാബ്
പാർക്ക് ചെയ്ത് വരാം. ഗുഡ് മോർണിംഗ് സർ. ഉം. ഞങ്ങളുടെ കുറച്ച് ഡിസൈൻസ് കാണിക്കാനായിരുന്നു. ഡിസൈൻസോ? അതെ സർ. എന്ത് ഡിസൈൻസ്? ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. അവിടെ നിന്ന് ഡിസൈൻ ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തതാ. എക്സ്പോർട്ടിങ്ങിനായി പ്രൊഡ്യൂസ് ചെയ്തതാ സർ. ഈ ലോക്കൽ സെറ്റപ്പ് ഡ്രസ്സസ് ഒന്നും ഇവിടെ വിൽക്കുന്നില്ല. സർ ഡിസൈൻസ് ഒന്ന് നോക്കിയിട്ട്. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ആവശ്യപ്പെട്ട് വരുന്നവരാ. മനസ്സിലായോ? അതിനിടയ്ക്ക് പേര് പോലും അറിയാത്ത എത്ര സാധനങ്ങൾ വെച്ചാലേ ഞങ്ങളുടെ സ്ഥാപനത്തിന് അതിൻ്റെ ചീത്ത പേര്. സർ വളരെ നല്ല ക്ലോത്ത് ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയോടുകൂടി വർക്ക് ചെയ്തെടുത്താണ്. എന്ത് ക്വാളിറ്റി? നിങ്ങൾ ആ ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലോ മാർക്കറ്റിൻ്റെ സൈഡിലുള്ള കടകൾ നോക്കിയായിരിക്കും നല്ലത്. അവിടെ ആകുമ്പോൾ പ്രൈസസ് ഒക്കെ ആണെങ്കിൽ അവരെടുക്കും. പക്ഷെ 1 മാസത്തെ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് ഇമാതിരി സാധനങ്ങൾ വെച്ചാൽ ഒരാളും ഇങ്ങോട്ട് വരില്ല. എന്നാ ഇറങ്ങല്ലേ? മാഡം, ഇതുപോലൊരു സ്ഥാപനത്തിലേക്ക് ഇത്തരം ഐറ്റംസുമായി കയറി വരാൻ നിങ്ങൾ കാണിച്ച ധൈര്യമുണ്ടല്ലോ, അതടിപൊളിയാണ്.